ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർഗറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി പേഴ്സ് എടുത്തോണ്ട് ഒരു ഒറ്റ ഓട്ടം ഓടുകയാണ് കേട്ടോ. സച്ചി വിളിച്ച ഉടനെ തന്നെ നമ്മുടെ ലക്ഷ്മി ചോദിച്ചു, മോളെ നീ എവിടെ പോവാ എന്ന് ചോദിച്ചു. അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. നമ്മുടെ രേവതി പേഴ്സ് എടുത്തോട്ട് ഒരു ഒറ്റ ഓട്ടം ഓടി. ലക്ഷ്മി ആണെങ്കിൽ ഈ പെണ്ണിത് എങ്ങോട്ട് പോയതായ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്താണ് പിന്നെ കാണിക്കുന്ന ശ്രീകാന്തിനെ വർഷേനെയാണ് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ശ്രീകാന്തെ ബൈക്കൊന്ന് ഇവിടെ നിർത്തിക്കേ, ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ബൈക്കിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു ചെറിയ അരുവിയുടെ സൈഡിലാട്ടോ കൊണ്ട് നിർത്തിയത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വർഷ ചോദിച്ചു, എടാ നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ എന്ന്. ആ അതെ, എനിക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ട്. ഇതെന്താ നിനക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, അത് നീ ആദ്യം പറയാൻ പറഞ്ഞു ശ്രീകാന്ത്. അപ്പം പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയത് ശ്രീകാന്തെ? നിന്റെ അച്ഛൻ പറഞ്ഞത് കൊണ്ട് നീ എന്നോട് മിണ്ടാതിരുന്നു അല്ലേ? ദേ എന്റെ സ്ഥാനത്ത് നിന്റെ ഒരു കൂട്ടുകാരനായിരുന്നുവെങ്കിൽ നിന്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് നീ മിണ്ടാതിരിക്കുമായിരുന്നോ? അത് പിന്നെ എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണോ കാണുന്നത്? അതെ, അല്ലാതെ വേറൊരു റിലേഷൻ നമ്മൾ തമ്മിലില്ലല്ലോ. അല്ല, അത് നീ എന്റെ കണ്ണുകളിൽ നോക്കി പറയാമോ? നീ എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് കാണുന്നത് എന്ന് നിന്റെ മനസ്സിൽ എന്താണെന്ന് ഊഹിക്കാൻ എനിക്ക് കഴിയും. നീ ആയിട്ട് അത് പറയുമെന്നാ ഞാൻ കരുതിയത്. അത് പിന്നെ വർഷ, എനിക്ക് ജോലിയുണ്ട്, നീ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക, ഞാനൊരു ഓട്ടോ വിളിച്ചു തരാം. ശോ എന്റെ പൊന്ന് ശ്രീകാന്തെ, ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേക്ക്. നിനക്ക് എന്താ പേടിയാണോ? ദേ നീയേ ഒരു കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞല്ലോ, നീ പോ, നിന്റെ വീട്ടിൽ പോ, എന്നിട്ട് നിന്റെ അച്ഛനും അമ്മയും പറയുന്നത് കേക്ക്. പിന്നെ ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ പോയാൽ മതി. അച്ഛനും അമ്മയും പറയുന്നതൊക്കെ ഞാൻ പിന്നെ കേട്ടോളാം. എനിക്ക് ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് ആരുമില്ല. ഞാൻ എൻ്റെ കരിയറിൽ മാത്രമല്ല ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ആരുമായിട്ട് ഉണ്ടായിട്ടുമില്ല. വർഷ, ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. നീ പറയുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ എന്താ നിന്നോട് പറയാന്നൊന്നും എനിക്കറിയില്ല. നിന്നെ പോലെ വേറെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും ഞാനൊരു മിസ്റ്ററി പോലെയാ. അറിയാലോ നിനക്ക്, ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശ്രീകാന്തെ. നീ വന്നതിന് ശേഷമാ എൻ്റെ ലൈഫ് ഒരു കളർഫുള്ളായി മാറിയത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നും എനിക്കറിയില്ല. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല ശ്രീകാന്തെ. നിന്നെ ഒരു നിമിഷം കാണാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന വിഷമം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ എങ്ങനെയാ നിന്നോട് പറയുന്നത്? എനിക്ക് മനസ്സിനെ പിടിക്കാത്തവരെ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്നവളാ ഞാൻ. നമ്മൾ വഴക്കിലല്ല തുടങ്ങിയത്. എന്നിട്ടും എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയുന്നില്ല. എനിക്കിനി നിന്നെ വെറുക്കാൻ കഴിയത്തുമില്ല. ഇന്നേ വരെ നിന്നോടുള്ള ഒരു ഫീലും അട്രാക്ഷനും ഒന്നും എനിക്ക് ആരോടും ഇതുവരെ തോന്നിയിട്ടില്ല. വർഷ പ്ലീസ്, നീ ഇങ്ങനെയൊന്നും പറയരുത്. ദേ ഞാൻ പിന്നെ എങ്ങനെ പറയണമെന്നാ പറയുന്നത് എന്നും പറഞ്ഞ് പതുക്കെ നമ്മുടെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെന്ന് കയ്യിലേക്ക് കയറി അങ്ങ് പിടിച്ചു കേട്ടോ. എന്നിട്ട് ശ്രീകാന്തിനോട് പറഞ്ഞു, ശ്രീകാന്ത് ഐ ലവ് യു എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന് എന്ത് തിരിച്ചു പറയണമെന്നൊന്നും അറിയില്ല കേട്ടോ. ആദ്യമായിട്ടല്ല, നമ്മുടെ ശ്രീകാന്തിന് ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടല്ലോ. അപ്പൊ വർഷ പറയുന്നുണ്ട്, അതെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ കണ്ണിലെ അത് ഞാൻ കാണുന്നുണ്ട്. പ്രണയിക്കുന്നവരെല്ലാവരും പറയും, ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാകും, ജീവിതകാലം മുഴുവനും ഞാൻ നിന്നെ പ്രണയിച്ചുകൊണ്ടേ ഇരിക്കും എന്നൊക്കെ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഞാൻ ആലോചിക്കാറേ ഇല്ല. അത് പറയാൻ എനിക്കിപ്പോൾ പറ്റില്ല. പക്ഷെ ഇപ്പം ഈ നിമിഷം നടക്കുന്നത് എന്താണോ അതാണ് നല്ലതെന്നാ ഞാൻ കരുതുന്നത്. അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ പറയാ, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടാ. പിന്നെ നമ്മുടെ ഫാമിലികൾ തമ്മിലുള്ള പ്രശ്നം അതവിടെ നിൽക്കട്ടെ, അതെന്റെ വിഷയമല്ല. എനിക്ക് നീയുമായിട്ട് എൻ്റെ ലൈഫ് ഷെയർ ചെയ്യണം, അത് മാത്രമാ ഇപ്പൊ എൻ്റെ ആഗ്രഹം. ആ ഒരു ആഗ്രഹത്തോടു കൂടി മാത്രമാ ഞാൻ മുന്നോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും കൂടെ അവിടെ വരുന്നത് കേട്ടോ. അവിടെ എന്ന് പറഞ്ഞാൽ റോട്ടിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഇവര് നിന്ന് സംസാരിക്കുന്നത് കാണുകയാണ്. ഒരു ദൂരെ അരുവിയിൽ നിന്നിങ്ങനെ, അരുവിയുടെ സൈഡിൽ നിന്നിങ്ങനെ വർത്താനം പറയുന്നതാണ് അച്ഛനും അമ്മയും കാണുന്നത്, വർഷയുടെ അച്ഛനും അമ്മയും കാണുന്നത്. അങ്ങനെ നമ്മുടെ വർഷ ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ ശ്രീകാന്തിനോട്. അങ്ങനെ വർഷയും ശ്രീകാന്തും സംസാരിച്ച് അതിനിടയിൽ ഒരു കിസ്സും കൂടെ നമ്മുടെ വർഷ കൊടുത്തു കേട്ടോ ശ്രീകാന്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഏതായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് ആരാണ് നിൽക്കുന്നത്? വർഷയുടെ അച്ഛനും അമ്മയും. ചങ്ക് പൊട്ടിപ്പോവില്ല അവരുടെ, ഏതൊരു മാതാപിതാക്കളുടെയും ചങ്ക് പൊട്ടിപ്പോവും. ആ ഒരു അവസ്ഥയാണ് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ളത്.
ഏതായാലും ഒരു ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, അതെ ഞാൻ പോവുകയാണ് കേട്ടോ, ഞാനൊരു ഓട്ടോ പിടിച്ചു പൊക്കോളാം, ഞാൻ വെയിറ്റ് ചെയ്യും, എന്നെ പ്രണയിക്കുന്നു എന്ന് നീ പറയുന്നതിനായിട്ട്, അതിനാ ഇനി ഞാൻ വെയിറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നേരെ നമ്മുടെ വർഷ പോവുകയാണ്. പിന്നെ നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും അങ്ങ് പോകും. പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ സുതിയാണ് കേട്ടോ. അപ്പൊ സുതി ഒരു ആളെ ഇങ്ങനെ വണ്ടി ടെസ്റ്റ് ഡ്രൈവിങ്ങിന് പോവാണല്ലോ, വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ സുതി വാതോരാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അയാളോട് പറയും, ഇത്ര പേർക്ക് ഇതിനകത്ത് യാത്ര ചെയ്യാം, യാത്രാസുഖം നല്ലൊരു വണ്ടി, യാത്രാസുഖം നല്ലതായിട്ടുള്ളൊരു വണ്ടിയാണ് സാറേ, അതുമല്ല സാറിന് ലോങ് ട്രിപ്പൊക്കെ പോകണമെങ്കിൽ അടിപൊളിയാണ് ഇതിനകത്ത് പോകാൻ, നമ്മൾ വണ്ടിക്കകത്തിരിക്കുന്ന ഒരു ഫീലേ കിട്ടത്തില്ല, നമ്മളുണ്ടല്ലോ അനങ്ങാതെ ഇരുന്ന് പോകുന്ന ഒരു ഫീലായിരിക്കും കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അയാൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അയാൾ ഒരു ഫോൺ കോൾ വരുന്നു, അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അത് വെച്ച് കഴിയുമ്പോൾ അടുത്ത ഫോൺ കോൾ വരുന്നു, അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി ഇങ്ങനെ വാദം വണ്ടീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിക്ക് നമ്മൾ ദേഷ്യം വന്നിട്ടോ. കാരണം നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കുമ്പോഴത്തേക്കും ദേഷ്യം വരുമല്ലോ. അപ്പോഴത്തേക്കും അയാൾ ഇങ്ങനെ പതിയെ ആട്ടോ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം പതിയെ ഫോൺ വിളിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ സാർ ഇത്ര പതിയെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ സമയം കിട്ടത്തില്ലല്ലോ, അതും കുറെ നേരം ആയില്ല ഇപ്പം നമ്മൾ വണ്ടിയിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറയുമ്പോൾ, അതെ എനിക്ക് വണ്ടി ഓടിക്കാൻ നന്നായിട്ട് അറിയാം, താൻ കൂടുതൽ എന്നെ ഇങ്ങനെ പറയുമൊന്നും വേണ്ട, ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കുന്നോ അതുമല്ല വണ്ടിയിൽ എനിക്ക് കംഫർട്ട് ആണോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല സാർ നമുക്ക് ഈ വഴിയല്ല അപ്പുറ വഴി പോയാൽ പോരെ, ഇത് ഈ വഴി പോകാൻ പാടില്ലല്ലോ, നമുക്ക് അങ്ങനെയാണല്ലോ റൂൾസ്, അങ്ങനെയാണല്ലോ, ഇപ്പൊ ഈ വഴി പോകാൻ പാടില്ലെന്നാന്ന് പറഞ്ഞപ്പം അതെന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം, താൻ ഒരു കാര്യം ചെയ്യേ, താൻ വണ്ടി ഓടിക്കാൻ പറഞ്ഞു. ഏതായാലും നമ്മുടെ സുതി വണ്ടി ഓടിക്കാനും തുടങ്ങി. അയാൾ വന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറിയിരുന്നു കേട്ടോ. അയാൾ കുറച്ചു നേരം ഓടിച്ചിട്ട് മാറിയിരുന്നു. ഏതായാലും നമ്മുടെ സുതിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ സ്റ്റിയറിംഗിലിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ തട്ടുകയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് മാത്രം ദേഷ്യമുണ്ട് സുതിക്ക്. ഏതായാലും അയാൾ ചെന്ന് നിർത്തുന്നത് അയാളുടെ വീടിന്റെ മുമ്പിലാണ്. അപ്പം സാർ ഇതെന്താ സാർ ഇവിടെ നിർത്തിയെന്ന് ചോദിച്ചപ്പം, ഇതേ എൻ്റെ വീടാ, ഏതായാലും എനിക്ക് കുറച്ചൊരു അത്യാവശ്യമുണ്ട്, ഇപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിന്റെ അവിടെ പോയി ഭാര്യയോട് സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഒക്കെ ഭാര്യയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സുതിയാണെങ്കിൽ കാത്തു നിൽക്കുന്നു. സുതിയാണെങ്കിൽ ഇത് എന്തൊരു ഇത് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാര്യ പറഞ്ഞു, എനിക്ക് മാർക്കറ്റിൽ പോകണം, അനിയനും ഭാര്യയും വരുന്നുണ്ട്, അപ്പം അതുകൊണ്ട് പെട്ടെന്ന് മാർക്കറ്റിൽ പോയേ പറ്റൂ, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി, അതിന്റെ ലിസ്റ്റ് തന്നാൽ മതി, നമുക്ക് ഒരാളെ പറഞ്ഞു വിടാന്ന് പറഞ്ഞു. ഏതായാലും വന്നിട്ട് സുധീനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ താനിങ്ങ് വരാൻ പറഞ്ഞു. എന്നെയോ? നിന്നെ തന്നെ, നീ ഇങ്ങ് വരാൻ പറഞ്ഞു. ഏതായാലും സുധി അടുത്തേക്ക് ചെന്നു കേട്ടോ. സുധി അടുത്തേക്ക് ചെന്നിട്ട്, എന്താ സാർ? അതെ, ഇവിടുന്ന് നേരെ ചെന്നാൽ ഒരു മാർക്കറ്റ് ഉണ്ട്, നീ അവിടെ വരെ ഒന്ന് പോയിട്ട് വരണം, അവിടം വരെ ചെന്നിട്ട് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ മേടിക്കണം. അല്ല എന്തൊക്കെയാടി മേടിക്കേണ്ടത്? 2 കിലോ മട്ടൺ, 2 കിലോ ചിക്കൻ. അയ്യോ ചിക്കൻ വേണ്ട, ചിക്കന് ചൂടല്ലേ, അതുകൊണ്ട് കരിമീൻ മേടിക്കാം. എന്നാ പിന്നെ കരിമീൻ പോരടി, കരിമീൻ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധിയോട് പറഞ്ഞു, എന്നാ പിന്നെ ഒരു 2 കിലോ മട്ടനും ഒരു 2 കിലോ കരിമീനും, പിന്നെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ അടുത്തുണ്ട്, അവിടെ പോയി കുറച്ച് പായസത്തിനുള്ള സാധനം കൂടെ മേടിച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേ നിർത്തുന്നുണ്ടോ, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ആരാണെന്നാ തോന്നുന്നത്, ഞാനേ നിങ്ങളുടെ വേലക്കാരനല്ല, ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സുധിയാട്ടോ പറഞ്ഞത്. എന്നിട്ട് കയ്യിലിരിക്കുന്ന കാർഡ് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ദേ ഇത്രയും ഡിഗ്രി ഉള്ള എന്നോടാണോ പോയി കരിമീനും മട്ടനും മേടിക്കാൻ പറയുന്നത്? ഞാനേ നിങ്ങളുടെ വേലക്കാരനല്ലത് പറഞ്ഞല്ലോ. അല്ല നിങ്ങൾക്ക് എത്ര ഡിഗ്രി ഉണ്ട്? നിങ്ങൾക്ക് വല്ല ഡിഗ്രി ഉണ്ടോ? ഡിഗ്രിയും വിവരവും ബോധമുള്ളവരെ ഇങ്ങനെയൊന്നും സംസാരിക്കത്തില്ല, ഒന്നുമില്ലല്ലേ നിങ്ങൾക്ക്. അതെ മിണ്ടാതിരുന്നോ നിങ്ങള്? ഞാനെന്താ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരനോ? മാർക്കറ്റിൽ പോകാനൊന്നുമേ എനിക്ക് പറ്റില്ല, എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. അല്ല അതിന് താനെന്തിനാണോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇതൊക്കെ സാധാരണ ചെയ്യുന്നതല്ലേ. നീ ഒരു ഷോറൂമിലല്ലേ, മാരുതി ഷോറൂമില്, അല്ലാതെ നീ വേറെ വല്ല ഡിഗ്രി എടുത്തിട്ട് വലിയ ജോലിയൊന്നും അല്ലല്ലോ. ദേ തന്നോട് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും നേരം ഞാൻ സാറേ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്, ഇനി താനെന്നേ വിളിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ പണം കയ്യിലിരുന്നാൽ മതി, ആ അഹങ്കാരം എന്നോട് കാണിക്കണ്ട. നിങ്ങളുടെ കയ്യിലുള്ള അത്രയും കാശ് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിലേ ഞാൻ നിങ്ങളെക്കാളും 10 മടങ്ങ് വലിയ ആളായനെ. താൻ എന്താണോ സംസാരിക്കുന്നത്? എന്ത് ദേ നിങ്ങൾ കാറ് മേടിക്കണ്ട, മണ്ണാങ്കട്ടയും മേടിക്കണ്ട, വേറെ വല്ല ജോലിയും ചെയ്യാൻ നോക്ക്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ദേ ഇനി മേലാല് ആ പരിസരത്തേക്ക് കണ്ടേക്കരുത്. നിങ്ങളെപ്പോലെയുള്ളവർക്ക് കാറ് വിൽക്കുന്നില്ലെന്ന് ഞാൻ മുതലാളിയോട് പോയി പറഞ്ഞോളാം, ഞാൻ മുതലാളിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ദേ പോയി മാർക്കറ്റിൽ പോയി കരിമീൻ മേടിക്കുക, 2 കിലോ മട്ടനും ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കുക.
വേറെ ഒരു പണിയും ഇല്ലാതെ വന്നേക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി നേരെ വണ്ടിക്കകത്തേക്ക് കയറുകയാണ് കേട്ടോ. ശ്രുതിക്ക് കലി വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്തത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പ്രമോയില്, ശരിയല്ലല്ലോ. അയാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ശ്രുതി കാറ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ്. അപ്പം ടെസ്റ്റ് ഡ്രൈവിന് വന്നാണ്. അപ്പം ആ ഒരു പണി കൊടുക്കേണ്ട കാര്യമില്ല. അത് മാന്യതയല്ല. പക്ഷെ അയാൾ പണിയും കൊടുത്തു. എന്നിട്ട് അയാൾ ശ്രുതി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വൃത്തികെട്ടവൻ, ഇവന് ഞാൻ 8ന്റെ പണി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുതലാളിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി അവിടുത്തെ മുതലാളിയുടെ മുമ്പിൽ പോയി കുനിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മുതലാളി, എന്താടാ നീ കാണിച്ചത്? ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാ നീ കൂടെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സാർ, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല സാർ. അദ്ദേഹം എന്നോട് മര്യാദയില്ലാതെ പെരുമാറിയത്. ദേ, ആവശ്യം നമ്മുടേതാ. അപ്പൊ അവര് പറയുന്ന അനുസരിക്കുക ചെയ്യേണ്ടത്, കസ്റ്റമറിനെ പിണക്കാതിരിക്കുക ചെയ്യേണ്ടത്. സാർ, ഒരു സർവന്റിന് എന്ന പോലെയാ എന്നോട് സംസാരിച്ചത്. മാർക്കറ്റിൽ പോയിട്ട് വാ, മട്ടൻ മേടിച്ചോണ്ട് വാ, കരിമീൻ മേടിച്ചോണ്ട് വാ, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെ, നിന്നോട് മാർക്കറ്റിൽ പോകാനല്ലേ പറഞ്ഞത്, ട്രെയിനിന് പോയി തലവെക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. മാർക്കറ്റിൽ പോകുന്നതിന് എന്താ കുഴപ്പമിരിക്കുന്നത്? അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹത്തെ പിണക്കാതിരിക്കണമായിരുന്നു. നീ കാരണം എനിക്ക് എത്രയോ ലോസ് എന്നറിയോ? അദ്ദേഹം, പോട്ടെ സാർ, ഞാൻ വേറെ കസ്റ്റമറിനെ കണ്ടുപിടിച്ച് സാറിന്റെ കാറ് സെയിൽ ചെയ്തു തരാം. മാല മറിക്കും, നീ മാല മറിക്കും. ഒരു കാറ് പോലും നീ ഇവിടുന്ന് വിറ്റ് കാണിച്ചിട്ടുണ്ടോ? 1 കോടിയുടെ ഡീലാ നീ നഷ്ടപ്പെടുത്തിയത്. അത് പിന്നെ സാറ് അതെന്നോട് നേരത്തെ പറയണ്ടേ? ദേ, എല്ലാം നിന്നോട് പറയണോ? മര്യാദയ്ക്ക് ചെയ്യാനും അറിയില്ല. നീ എവിടെ നിന്ന് വരുന്നടാ? നീ എന്തിനാ ഈ ജോലിക്ക് വേണ്ടി വന്നത്? എനിക്ക് അല്ലെങ്കിൽ നിന്നെ കണ്ടപ്പം മുതലേ സംശയം തോന്നിയതാ നിന്നെയും കൊണ്ട് എന്റെ ജോലി പച്ച പിടിക്കാൻ പോകുന്നില്ലെന്ന്. സാറേ, അങ്ങനെയൊന്നും പറയരുത്. ഒന്നില്ലെങ്കിലും എനിക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്ന് സാറിന് അറിയാലോ. അതെങ്കിലും പരിഗണിച്ചിട്ട് തന്നെ ദേ ആ ഡിഗ്രി നിന്റെ പോക്കറ്റിൽ ഇട്ടാ മതി. ഓ, എന്റെ കമ്മീഷനാ നീ നഷ്ടപ്പെടുത്തിയത്. നിനക്ക് ജോലി തരുമ്പോ കസ്റ്റമറിനെ ദൈവത്തെ പോലെ കാണണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദൈവം എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചു കൊടുക്കണം. അത് സാറേ, പിന്നെ ദൈവം കരിമീനൊക്കെ മേടിക്കാൻ പറയുമോ സാറേ? ആ, കരിമീനൊക്കെ മേടിക്കാൻ പറയും. ദൈവം എന്തും പറയും. അതൊക്കെ സാധിച്ചു കൊടുക്കണം. നമ്മുടെ പ്രവൃത്തിയിൽ സന്തോഷിച്ച ദൈവം നമുക്ക് വരം തരും. ആ വരവാ നീ ഇപ്പൊ ഇല്ലാതാക്കിയത്. ആ വരവും അനുഗ്രഹവും നിനക്കിനി ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. അതെ, ഞാനും ഇതുപോലെയുള്ള ജോലിയൊക്കെ ചെയ്തിട്ടാ ഈ ഒരു ഫീൽഡിൽ ഇത്രയും വരെ എത്തിയത്. നമുക്ക് വലിയ ആളാകാനും പണമുള്ളവനാകാനുമേ പഠിപ്പും ഡിഗ്രി മാത്രം പോരാ, ക്ഷമയും വിനയവും ഒക്കെ വേണം. നിനക്ക് ഇതൊന്നുമില്ല. പിന്നെ എങ്ങനെയാ നീ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നത്? നീ കല്യാണം കഴിച്ചതാണ്, ഒരു ജോലി വേണമെന്നൊക്കെ കെഞ്ചി പറഞ്ഞത് കൊണ്ടാ ഞാൻ നിനക്കൊരു ജോലി തന്നത്. അതിപ്പം വലിയ പ്രശ്നമായി. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ കാണിക്കുമായിരുന്നോടാ? ബുദ്ധിയുണ്ട് സാർ, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. ബുദ്ധി ദേ, കല്യാണത്തിന് മുമ്പ് ഡിഗ്രി ഒക്കെ നോക്ക്. കല്യാണം കഴിഞ്ഞാലേ അതൊക്കെ മറക്കും. ദേ, പിന്നെ നോക്കുന്നത് കെട്ടിയ പെണ്ണിനെ നന്നായിട്ട് നോക്കുന്നുണ്ടോ, ജോലിക്ക് പോകുന്നുണ്ടോ എന്നൊക്കെയാ. ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു നിലയും ഒരു വിലയും കാണത്തില്ല. നിനക്ക് ഒരു വിലയും നിലയും കാണത്തില്ലെന്നാ അതിന്റെ അർത്ഥം. നിന്നെ ഇവിടെ നിർത്തിയാലേ എന്റെ ജോലിയാ ഇല്ലാതാവുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ പൊക്കോ. അയ്യോ സാർ, അങ്ങനെ പറയരുത് സാറേ. ഞാന് ഒരു കാര്യം പറയാം സാറേ. ഈ ജോലി ഒരിക്കലും എനിക്ക് തരാതിരിക്കരുത് സാറേ. എന്റെ ഭാര്യ എന്നെ വഴക്ക് പറയും സാറേ. പ്ലീസ് സാറേ, ഈ ജോലിയിൽ നിന്ന് പോയാൽ എനിക്ക് വേറെ ഒരു ജോലിയും ഇല്ല സാറേ. ഈ നഷ്ടപ്പെട്ടു പോയ ഈ ഡീല് ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം. എങ്ങനെ ശരിയാക്കുന്ന നീ പറയുന്നത്? സാറൊന്ന് അയാളുടെ കാല് പോയി പിടിച്ചാൽ മാത്രം മതിയില്ല സാറേ. പോണ ഇറങ്ങി. ഇനി അയാളുടെ കാല് പോയി ഞാൻ പിടിക്കാന്, മര്യാദയ്ക്ക് മാറിപ്പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞ് അയാൾ അങ്ങ് പോയിട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ജോലിയും പോയി കിട്ടി. ഇതിന് ശേഷം കാണിക്കുന്ന വർഷയുടെ അച്ഛനെയും അമ്മേനെയാണ് കേട്ടോ. അങ്ങനെ വർഷയുടെ അമ്മ ദേഷ്യം വന്നിട്ട്, മാനം പോയല്ലോ എന്റെ ഈശ്വര, ഇനിയിപ്പൊ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു വൃത്തികെട്ടവന്റെ കൂടെ അവളുടെ മനസ്സിൽ എന്താ? നടു റോട്ടിൽ വെച്ച് അവൾ എന്താ കാണിച്ചത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഏറ്റുപിടിക്കും, അവളുടെ പക്ഷം ചേരും, നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത്? അവളുടെ കാലും കൈ ഒടിച്ച് വീട്ടിൽ കിടത്തുക ചെയ്യേണ്ടത്. ഒരു നാണോ ഇല്ലാതെ നാണ്ടൂർ റോട്ടിൽ വെച്ച് അവൾ ആ പയ്യനിട്ട് കിസ് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ ആയത്. അവളുടെ ഇഷ്ടത്തിന് വളർത്തിയിട്ട്. നീ ഒന്ന് ക്ഷമിക്കടി, നമുക്ക് അവളോട് സംസാരിക്കല്ല വേണ്ടത്, 2 പൊട്ടിക്കുക വേണ്ടത്. ചെകിട് നോക്കി 2 പൊട്ടിക്കണം. ആ പയ്യൻ അവളുടെ ഫ്രണ്ടൊന്നുമല്ല. ഫ്രണ്ട് ആയിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യുവാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മളെ കബളിപ്പിച്ചോണ്ടിരിക്കുക അവള് പോകുന്നത് സ്റ്റുഡിയോയിലേക്കൊന്നും അല്ല, അവന്റെ കൂടെ കറങ്ങാനാ പോകുന്നത്. അതും ആ രവീന്ദ്രന്റെ മകന്റെ കൂടെ. നിങ്ങളെ അപമാനിക്കുകയും തോൽപ്പിക്കുകയും ചെയ്ത അവന്റെ മകന്റെ കൂടെ. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. മിക്കവാറും അയാളുണ്ടല്ലോ മകനെ ഇളക്കി വിട്ടതായിരിക്കും നമ്മളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി. മകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് എല്ലാം അറിഞ്ഞിട്ടും
അവന്റെ വലയിൽ വീണ നമ്മുടെ മോളെ പറഞ്ഞാൽ മതിയല്ലോ. അവളിങ്ങ് വരട്ടെ, വേണ്ടത് കൊടുക്കുന്നുണ്ട് ഞാൻ. എടി നീ ഒന്നും മിണ്ടാതിരിക്കടി, നിനക്ക് അറിയാവുന്നതല്ലേ അവളുടെ സ്വഭാവം. പിന്നെ അവളോട് എതിർത്ത് പറഞ്ഞാൽ അവൾക്ക് വാശി കൂടും. അവളോട് കാണരുതെന്ന് പറഞ്ഞാൽ പിന്നെ കൂടെ കൂടെ ചെന്ന് കാണുകയും ചെയ്യും. ഇതല്ലേ അവളുടെ സ്വഭാവം. എന്ന് കരുതി എല്ലാം കണ്ടില്ലെന്ന് നടിക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? എങ്ങനെ പറയണം, ആരോട് പറയണം എന്നൊക്കെ എനിക്കറിയാം. നീ ഒന്നും മിണ്ടാതിരിക്കുക. നീ കൂടുതൽ അവളോട് തട്ടിക്കയറാതിരുന്നാ മതി. ഏതായാലും ഇനി ഒരേ ഒരു മാർഗമുള്ളൂ, ആ രവീന്ദ്രനെ വിളിച്ച് അവനെ ഭീഷണിപ്പെടുത്തുക. അതുമാത്രം ഇനിയിപ്പോ എന്റെ മുമ്പിലുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ നേരെ രവീന്ദ്രനെ വിളിക്കാൻ വേണ്ടി തുടങ്ങാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രനെ വിളിക്കുമ്പോൾ രവീന്ദ്രൻ എവിടെയുള്ളത്? യൂണിയൻ ഓഫീസിലല്ലേ ഉള്ളത്. രവീന്ദ്രൻ ഒന്നും പറഞ്ഞില്ല. രവീന്ദ്രൻ പറഞ്ഞു എനിക്ക്, അതായത് എന്നെ കാണണമെന്ന് പറഞ്ഞു കേട്ടോ. എന്നെ കാണാൻ വേണ്ടി എൻ്റെ വീട് വരെ വരണം എന്നാണ് അയാൾ പറഞ്ഞപ്പം പറഞ്ഞു, എൻ്റെ പൊന്നു സാറിന് എന്നെ കാണണമെന്ന് ആവശ്യമാണെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് സാറ് വരേണ്ടതല്ലതെ സാറ് പറയുന്ന സ്ഥലത്ത് ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടുമ്പോൾ സാറിനോട് ഞാൻ പറയാം എന്നെ കാണാൻ വരേണ്ട എപ്പോഴാന്ന്. അപ്പം സാറ് ഞാൻ പറയുന്നിടത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞൊരു ഫോൺ കട്ട് ചെയ്തു. ഏതായാലും രവീന്ദ്രൻ കലക്കി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള ആളുകൾക്ക് എന്ത് പണിയാണ് തിരിച്ചു കൊടുക്കേണ്ടത്. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമ്മുടെ രേവതി മീനൊക്കെ ആയിട്ട് തിരിച്ചു വരും. നമ്മുടെ രേവതി മീൻ മേടിക്കാൻ പോയ ഓട്ടമാണ്. ഏതായാലും വലിയ 2 മുഴുത്ത മീനൊക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും രേവതിയുടെ അയലോക്കംകാരൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഭർത്താവിനുണ്ടാക്കി കൊടുക്കാനാന്ന് പറയും. ഭർത്താവിനുണ്ടാക്കി കൊടുക്കാനാണോ എന്ന് ചോദിക്കും കേട്ടോ രേവതിയോട്. അപ്പൊ രേവതി പറയും അതെ, ഇത് ഭർത്താവിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണെന്ന്, മേടിച്ചതാണെന്ന് പറയും. അപ്പോഴത്തേക്കും ഏതായാലും സച്ചിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് രേവതിയുടെ ഭാഗ്യം. അതുമല്ല രേവതി, ഇത് മീൻകറി കൂട്ടാനുള്ള വരവൊന്നും അല്ല കേട്ടോ. ഏതായാലും ഇത് നിന്നെ കാണാനുള്ള വരവാ. വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ ദേ രേവതി, നീ ഇല്ലാതെ സച്ചിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാന്ന് പറയാം. ഏതായാലും ചെറിയ നാണത്തോടൊക്കെ കൂടി നമ്മുടെ രേവതി അകത്തേക്ക് കയറി പോകും. അപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ലക്ഷ്മി ഉണ്ടല്ലോ, ലക്ഷ്മി നോക്കുമ്പോഴത്തേക്ക് 2 മീനൊക്കെ ആയിട്ട് വരുന്നു. ഇനിയാണ് നമ്മുടെ ലക്ഷ്മിക്ക് ദേഷ്യം വരുന്നത്. കാരണം ആടിമാസത്തില് ഭർത്താക്കന്മാരെ വീട്ടിൽ വിളിച്ച് വരുത്തരുത് എന്നൊക്കെയാണ് നിയമമൊക്കെ ഉള്ളത്. എന്ത് കോപ്പം ആചാരമെന്ന് ആർക്കറിയാം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത്. നമ്മുടെ രേവതിയുടെ സച്ചിയുടെ സീൻ ഇന്ന് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം അതിൻ്റെതായ വിഷമവും പരാതിയൊക്കെ ഇപ്പം എല്ലാവർക്കും കാണുമായിരിക്കും. ഏതായാലും നാളെ നമ്മുടെ രേവതിയുടെ സച്ചിയുടെ സീനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഏതായാലും ഇന്ന് രേവതി സച്ചിയും ഇല്ലാത്ത ഒരു ചെറിയ വിശേഷമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.